സൂറത്ത് യാസീൻ ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയമാണ് പരിശുദ്ധമായ യാസീൻ സൂറത്ത്. അള്ളാഹുവിനെ വിചാരിച്ച്, പരലോകം വിചാരിച്ച് ആ സൂറത്ത് പാരായണം ചെയ്യുന്ന ആരായാലും ഇല്ല അവസ്ഥയാണ് അവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ മഗ്ഫിറത്തിന് അവൻ പാത്രനാകും. അതുപോലെ ഹദീസിന്റെ അവസാനം പറഞ്ഞു, നിങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ മേൽ അല്ലെങ്കിൽ മരണമാസന്നമായ ആളുകളുടെ മേൽ ആ പരിശുദ്ധമായ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുകയും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മുൻഗാമികളായ നല്ല സ്വാലിഹീങ്ങളായ ഉമ്മമാരുടെയും അവരുടെയൊക്കെയും വലിയ ദുആയിരുന്നു പണ്ട് കാലത്ത് മുമ്പൊക്കെയും ഇപ്പോഴും. അല്ലെ, മക്കള് മരിച്ചാല് യാസീൻ ഓതുന്ന മക്കളായി കിട്ടണം, നമ്മുടെ ഖബറിൽ സിയാറത്ത് ചെയ്യുന്ന മക്കളാ, ഖബറിന്റെ അടുത്ത് വന്നിട്ട് ഖുർആൻ ഓതുന്ന മക്കളാക്കണം എന്നൊക്കെയും ആ പ്രത്യേകമായ ദുആയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്ന ഉപ്പമാരുമായിരുന്നു കഴിഞ്ഞുപോയ അല്ലെങ്കിൽ ഇപ്പോഴുള്ള നല്ല ഉമ്മമാർ. ഇതിനിടയിൽ അല്ലെ ആന്മാരൊക്കെയും അവരുടെ തഫ്സീറിന്റെ കിതാബുകളിൽ ഈ രൂപത്തിലുള്ള ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, തഫ്സീർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഓരോ സൂറത്ത് തുറന്നതിന് മുമ്പ് ആ സൂറത്തിന്റെ ഒരുപാട് മഹത്വങ്ങൾ, ഹദീസിൽ പറഞ്ഞ ഒരുപാട് മഹത്വങ്ങൾ പ്രത്യേകമായി അതിനു മുമ്പ് വിവരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ആ സൂറത്തിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള മഹാന്മാരൊക്കെ ഇതൊക്കെ പഠിപ്പിക്കുമ്പോ ഇപ്പൊ ഒരാളുകൾ യാസീൻ ഓതുന്നത് ശിർക്കാണ്, യാസീൻ ഓതുന്നത് കുഫ്റാണ് എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേകമായ സമുദായങ്ങൾ കടന്നു വന്ന ഒരു കാലത്താണ് നമ്മുടെ ജീവിതം. അപ്പൊ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ട വിഷയം, പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമുക്കറിയാലോ, ഒരു ദിവസത്തിൽ 17 പ്രാവശ്യം നിർബന്ധമായി ഞങ്ങൾ ദ്വാരക്കുന്ന ഒരു ഇതാണ്. 17 തവണ നിർബന്ധമായി ദ്വാരക്കുന്ന ഒരു ഇതാണ്. എന്നാൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. എന്താണ് ഈ മുസ്തഖീമായ വഴി? മുസ്തഖീമായ വഴി എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആനിൽ എവിടെയും മുസ്തഖീമായ വഴി എന്ന് പറഞ്ഞാൽ സിറാത്തുൽ ഖുർആൻ അല്ലെങ്കിൽ സിറാത്തുൽ ഹദീസ് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഖുർആനിന്റെ വഴി അല്ലെങ്കിൽ ഹദീസിന്റെ വഴി എന്ന് ഒരു സ്ഥലത്തിലും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. പിന്നെയോ പറഞ്ഞിട്ടുണ്ട് മുസ്തഖീമായ വഴി എന്താണ് എന്ന് ഖുർആനിൽ തന്നെ പച്ചയായി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഇതാണ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീം ഇതാണ്. ഇതൊക്കെയും പല ആളുകൾ ഈ കാര്യങ്ങളൊക്കെ വിമർശിക്കുന്ന എന്താ? അത് ഖുർആനിലുണ്ടാ, അത് ഹദീസിലുണ്ടാ, ഇങ്ങനെ ചോദിച്ചിട്ടാണ് ആളുകളൊക്കെയും വഴിതെറ്റിക്കുന്ന ഒരു സമുദായം ഇവിടെ കടന്നു വന്നത്. പ്രത്യേകം ചിന്തിക്കേണ്ട വിഷയമാണ്. ഇന്നലെ ഒരാൾ പറഞ്ഞ്, കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു കാസർഗോഡ് ഭാഗത്ത് ഒരു പള്ളിയിൽ ജുമാക്ക് കൂടിയിട്ടാകുമ്പോ ജുമാ കഴിഞ്ഞിട്ട് ഇവിടുത്തെ പള്ളിയുടെ ഉസ്താദിന്റെ ഒരു പ്രഭാഷണം, അവസാനത്തെ ഗൾഫിലേക്ക് പോകുന്ന ഉസ്താദാണ്. അവസാനമായി നാട്ടുകാരോട് അയാൾ ഒരു വാദം, അതോടൊപ്പം ഒരു വസീയത്തും നാട്ടുകാരോട് പറഞ്ഞു. നല്ലൊരു അർത്ഥവത്തായ വിഷയമാണ്. അയാൾ അവസാനം പറഞ്ഞത്, നാട്ടുകാരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രത്യേകമായി ശ്രദ്ധിക്കണം കേട്ടോ. കാരണം വിദ്യാർത്ഥികാർ കൂടിയ ഒരു കാലമാണ്, വഹാബികളും മറ്റുള്ള ആളുകളൊക്കെയും കൂടിയ ഒരു കാലമാണ്. അപ്പൊ ഇക്കാലത്ത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. കാരണം അത് കയർ വിട്ടുപോയാൽ പിന്നെ രണ്ടാമത് പിടിച്ചാൽ കിട്ടൂല, അത് ഉറപ്പാണ്. ഒരാള് വഴി തെറ്റുപോയാൽ പിന്നെ അതിന് രണ്ടാമത് ഇനി എന്ത് അതീതല്ല, എന്ത് ചരിത്രമില്ല, എത്ര വലിയ ഉസ്താദ് വന്ന് വാദം പറഞ്ഞാലും, എന്ത് ഖണ്ഡന പ്രസാദമില്ല, വാദപ്രതിവാദമല്ല, എന്ത് നടത്തിയാലും പിന്നെ പോയതുപോലെ. പിന്നെ ശ്രദ്ധിക്കേണ്ട എപ്പോഴാ? പോകുന്നതിന് മുമ്പ് നമ്മുടെ മക്കളെ ശ്രദ്ധിച്ചാൽ പിന്നെ ദുഃഖിക്കേണ്ട. നമ്മുടെ മക്കളെ ആദ്യമായിട്ട് ശ്രദ്ധിക്കാം. അവർക്ക് വേണ്ട നിലവാരമുള്ള ഇൽമുകൾ, പഠിപ്പുകൾ, വിവരങ്ങൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അത് മനസ്സിലാക്കി കൊടുക്കുക. നമുക്ക് നമ്മുടെ മക്കള് അവസാനം വരെ നമ്മുടെ മക്കളായി കിട്ടും. നമ്മുടെ മക്കൾ നമുക്ക് മരിച്ചാലും നമ്മുടെ ഖബറിനടുത്ത് വരുന്ന, അല്ലെങ്കിൽ നമുക്ക് ഖുർആൻ ഓതുന്ന, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലുന്ന മക്കളായി നമ്മുടെ മക്കൾ നമുക്ക് കിട്ടും. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, അവസാനം പറഞ്ഞത്, നമ്മുടെ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ, അത് നഷ്ടപ്പെട്ടു പോയാൽ അത് പിന്നെ തിരിച്ചു കിട്ടൂല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. രണ്ടാമത് നമ്മുടെ ഇതന്നെ പറഞ്ഞ വിവരണം. നിങ്ങള് കുറെ ആളുകൾ ഇന്ന് ആയത്തും അതീതൊക്കെയും പറഞ്ഞിട്ട് നിങ്ങൾ ഭയങ്കരമായി ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ നോക്കേണ്ടത് ഇവരിലേക്കല്ല, നിങ്ങളുടെ ദീന അക്കാണോ അക്കല്ല എന്ന് നോക്കേണ്ടത് ഇപ്പോൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അതീത പഠിപ്പിച്ചു തരുന്ന, ആയത്ത് പഠിപ്പിച്ചു തരുന്ന ആളുകളിലേക്കല്ല. കാരണം അവരെങ്ങനെ മരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂല. ഇല്ലയോ, നിങ്ങൾക്ക് ഉറപ്പോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കാരണം നിങ്ങളുടെ മുൻഗാമികൾ, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ, അവരുടെ മരണം നിങ്ങൾ കണ്ടവരാണ്, അവരുടെ മരണം നിങ്ങൾ കേട്ടവരാണ്. അവരെങ്ങനെ മരിച്ചുപോയി, അല്ലെ? എത്ര ആളുകളുണ്ട്
എത്ര ആളുകളുണ്ട് ഈ ഖുർആനിന്റെ ഈ പറഞ്ഞ ആശയങ്ങളൊക്കെയും ഉൾക്കൊണ്ട ആളുകൾ അവരെങ്ങനെയാ മരിച്ചുപോയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിച്ചുപോയ എത്ര ഉപ്പമാരുണ്ട്, എത്ര ഉമ്മമാരുണ്ട്. ആളുകളൊക്കെയും കുടുംബങ്ങളുടെ മുന്നിൽ നല്ല വാക്ക് അല്ലാഹ് എന്ന് വിളിച്ചുപോയ ആളുകൾ. അവരുടെ ആശയം ഏതായിരുന്നു? അവരുടെ ആദർശം ഏതായിരുന്നു? അല്ലെ, അതാണ് നമുക്ക് ഉറപ്പായിട്ട് 100% പിടിക്കാൻ പറ്റിയ വിഷയം. അവസാനം പറഞ്ഞ വാദം അതല്ലാതെ ഇപ്പോൾ ഉള്ള ആളുകൾ അവരുടെ ആധിപത്യം എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റൂല. ഒരേ വാദം പറയും, ഒരാദ്യത്തോടും ഒരായത്തോടും അതെല്ലാം നോട്ടം നമ്മുടെ മുഖാമികളിലേക്കാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, സിറാത്തല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അവർ കഴിഞ്ഞുപോയവരാണ്, പ്രവാചകന്മാർ കഴിഞ്ഞുപോയി. അവരുടെ ജീവിതം ഇന്നും പച്ചയായി ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. പ്രവാചകന്മാരുടെ ശേഷം മഹാന്മാരായ സ്വഹാബത്ത് കഴിഞ്ഞുപോയി, മഹാന്മാരായ നമ്മുടെ മദ്ഹബിന്റെ ഇമാമികൾ കഴിഞ്ഞുപോയി. അവരെ അനുഗമിച്ച എത്രയോ സ്വാലിഹീങ്ങൾ കഴിഞ്ഞുപോയി. അവരെ നോക്കിയിട്ടാണ് പഠിക്കേണ്ടത്. അവരെ നോക്കിയിട്ട് പഠിച്ച പഠനമാണ് ഇന്ന് നമ്മുടെ ഉപ്പമാര് നമുക്ക് പഠിപ്പിച്ചു തന്നത്. നമ്മുടെ ആലിമീങ്ങൾ അല്ലെ, മരിച്ച വീട്ടിൽ പോയാൽ അല്ലെങ്കിൽ മരണമാസന്നമായ ആളുടെ അടുത്ത് പോയാൽ ഒരു പത്രമണിക്കൂർ വായിക്കുന്ന ആളുകളായിരുന്നില്ല. അല്ലെങ്കിൽ കസാലയിൽ ചായ കുടിച്ചിട്ട് വിഷയാക്കുന്ന ആളുകളെന്നവർ അവരവിടെയുള്ള ഖുർആൻ എടുക്കും, എന്നിട്ട് ഖുർആൻ ഇങ്ങനെ ഓതാൻ തുടങ്ങും. അല്ലെ, യാസീൻ ഓതാൻ തുടങ്ങും. ഇന്നല്ല യാസീൻ ഓതുമ്പോ ആളുകൾ ഇങ്ങനെ ഇറങ്ങി പോകണം. അല്ലെ, അൽ ഫാത്തിഹ എന്ന് പറയുമ്പോ ശൈത്താൻ ഇറങ്ങി പോകുന്നത് പോലെ, ഖുർആൻ ഓടുന്ന സ്ഥലത്ത് ശൈത്താൻ നീക്കൂടാതെ, അതുപോലെ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ പോലെ ഒരാളുകൾ ഇങ്ങനെ ഉള്ളിലുള്ള ആളുകൾ ഇറങ്ങി പോകുന്നവർ കാണുമ്പോ ഭയങ്കര ബേജാറാണ്. ഒരാൾ പറയുന്നത് നമ്മളാണ് ദീനിന്റെ ആളുകൾ, നമ്മളാണ് സത്യവദത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കേണ്ട വിഷയമാണ്. ഇതിനിടയ്ക്ക് ഇവിടെ നാട്ടിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, സാർ നിങ്ങൾക്ക് ഒരു വിഷയം അറിയോ, നിങ്ങളുടെ പള്ളിയിൽ, അതായത് മൊയ്യദ്ദീൻ പള്ളിയിൽ നിങ്ങളെ പിന്നെ നിസ്കരിക്കാൻ പറ്റുന്ന ഒരാൾ ആളായിരുന്നു എന്നോട് പറഞ്ഞാണ്. ഭയങ്കര ആളാണ്, ഭയങ്കര ദീന്റെ ആളാണ്, തമാശ ഭയങ്കര ദീന്റെ ആളാണ്. എന്ത്, അയാൾ നിങ്ങളുടെ ബാക്കിൽ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ അവസാനം അയാൾ വരുമ്പോ അയാൾ ഭാര്യനെ സ്കൂളിൽ കൂട്ടിയിട്ട് വരുന്നത്. എന്നിട്ട് ഭാര്യയെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിട്ട് മുഖം ജംഗ്ഷന്റെ പള്ളിയിൽ ഇറക്കിയുള്ളൂ. അയാൾ നമ്മുടെ മൊയ്യദ്ദീൻ പള്ളിയിൽ നമ്മുടെ ബാക്കിൽ നിസ്കരിക്കാൻ എന്തും പറ്റുന്നത്. അയാൾ നമ്മുടെ ബാക്കിൽ നിസ്കരിക്കാൻ വരുമ്പോ ഭാര്യയെ മുഖാണ് ജംഗ്ഷൻ പള്ളിയിൽ ഇറക്കി വരുന്നത്. ഭാര്യ ആടെ വഴി, ഭർത്താവിടെ വഴി, അയാൾ കാണുന്ന വൈക്കൂടെ ഒരു സേഫ്റ്റി ഉണ്ടല്ലോ. ഭാര്യ ആരോട് കൊണ്ടുവന്ന് അല്ലെങ്കിൽ എന്താക്കുന്നത് അതൊക്കെ നോക്കാൻ പറ്റുമല്ലോ. അവിടെ ആടക്കി ആളാരെന്ന് പറഞ്ഞില്ല. ഇവിടെ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാക്ക് ഇവിടെ പങ്കെടുക്കുന്ന ഒരാൾ വളരെ സങ്കടത്തോട് പറഞ്ഞ ആളാരെന്ന് പറയുന്നില്ല. അയാളോട് ഞാൻ ശക്തമായി ഇക്കാര്യത്തിൽ അയാളോട് ആക്കിയത് പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിയല്ല, ഒന്നിരിക്കലോ നീ ആണെന്നെ നിഷ്കരിക്കണം, അതേ പള്ളി, അല്ലെങ്കിൽ നിന്റെ ഭാര്യ നിന്റെ വീട്ടിലിരുത്തി വരണോ എന്താ. ഇത് പുതിയ ദീനാണ്. നമ്മുടെ മനസ്സിൽ വന്ന് പരിപാടിയിലടക്കുന്നുണ്ട്. നമ്മുടെ മക്കയുടെ ഇമാം സുദൈസി ഒരു പ്രസംഗം നടത്തി. അതുകൊണ്ടെന്താ, മക്കത്തെ പള്ളിയിൽ പോലും നിസ്കരിക്കണമെന്ന നീയത്തോട് ഒരു പെണ്ണും വരേണ്ടതില്ല. നിസ്കരിക്കണമെന്ന നീയത്തോട് മക്കത്ത് 1000 ലക്ഷമാക്കാതെ നിസ്കരിക്കാൻ കൂടിയിട്ടുണ്ട്. മക്കത്തെ പള്ളിക്ക് പോലും പെണ്ണുങ്ങൾ നിസ്കരിക്കണമെന്ന നീയത്തോട് വരരുതെന്ന് നമ്മുടെ വരുന്നതിനാ തവാഫ് ചെയ്യാനാണ്. ഇതിനിടയ്ക്ക് വാങ്ങ് കൊടുത്ത് പുറത്തു പോകാൻ പറ്റാത്ത ഒരവസ്ഥയായാൽ പെണ്ണുങ്ങൾ ഒരു ഭാഗത്ത് ഒതുങ്ങി നിസ്കരിക്കാം. എന്നല്ലാതെ നിസ്കാരം എന്ന നീയത്തോടെ മക്കത്തെ പള്ളിയിലേക്ക് പോലും സ്ത്രീകൾ വരുന്നുണ്ട്. പിന്നെ ഒരാൾ ലക്ഷന്റെ പള്ളി എന്താ കാരണം? എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞ വാക്യങ്ങൾ നോക്കി ഭയങ്കര വിഷയല്ലേ. അപ്പൊ ഇന്നത്തെ ആളുകളിലേക്ക് നോക്കിയിട്ടല്ല ഇസ്ലാം മനസ്സിലാക്കേണ്ടത്. പിന്നെയോ കഴിഞ്ഞു പോയ ആളുകളിലേക്ക് നോക്കിയിട്ടാണ്. ഷാഫി ഇമാം ഇത്ര അതീത പിടിച്ച മഹാൻ ഒരിക്കലെങ്കിലും അവിടുത്തെ ഭാര്യയെ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിപ്പിച്ച ഒരു സംഭവം കാണാൻ പറ്റുമോ? ലോകത്തിൽ ഏറ്റവും അധികം മെമ്പർമാരുടെ മദാബിന്റെ ഇമാമായ ഏറ്റവും അധികം മെമ്പർമാരുടെ മദാബിന്റെ ഇമാമാണ് സയ്യിദുനാ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ റളിയല്ലാഹു അവിടുത്തെ അനുയായികളാണ് കൂടുതൽ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഏതെങ്കിലും ഒരു സമയത്ത് പള്ളിയിൽ പോയി നിസ്കരിച്ച ഒരു സംഭവം ഉദ്ധരിക്കാൻ കഴിയുകയില്ല. അവരാരാ? അവർക്ക് അറിയാത്ത ദീനാണോ നമുക്കറിയുന്നത്? അവർക്കറിയാത്ത ദീനാണോ നാം മനസ്സിലാക്കിയത്? ചിന്തിക്കേണ്ട വിഷയമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്ക് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ലാതെ അതെന്ത് കാരണം? അവസാനം പറഞ്ഞത് തെറ്റുന്നതിന് മുമ്പ് കയറി ഒട്ടി പിടിച്ചാൽ നമുക്ക് നമ്മുടെ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ ആ കൂട്ടുകാരൻ നമുക്ക് കിട്ടും. അത് പോയാൽ അത് പോയതന്നെ. ശ്രദ്ധിച്ചാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരൂല. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിഷയം നമ്മുടെ മക്കൾ ആരംഭത്തിലുള്ള മക്കളാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. മരിച്ചാലും നമ്മളെ ഓർക്കുന്ന മക്കൾ. അതല്ലാതെ മരിച്ചൊരാളെ കൊണ്ടുപോയി വന്ന പിന്നെ ഒരു ഓർമ്മയും. ഇതിനെടുക്കാൻ ഇവിടെ കഴിഞ്ഞ കൊല്ലം മറുപടി ഭയങ്കര നിസ്കരിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഞാനും നിസ്കരിക്കുന്ന പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ യുവാമത്തലയും വെക്കാരൻ പിന്നെ നമ്മൾ കണ്ടിട്ടേക്കത്തില്ല. അത് കണ്ടിട്ടേ അതിന്റെ പേരിൽ പിന്നീട് എത്ര വലിയ ഉസ്താദന്മാരുണ്ടായി, എത്ര വലിയ ആരോഗ്യങ്ങളുണ്ടായി.
അവരെ പോലെ നിസ്കരിക്കാൻ വിട്ടില്ല. ഞാൻ എന്താ നിസ്കരിക്കും? എന്താ ഞാൻ നിസ്കരിക്കും? അങ്ങനെ ഉണ്ടോ? നല്ല ആളുകൾ സ്വാധീനങ്ങൾ ഉണ്ടായാൽ എന്റെ മക്കൾക്കല്ല, മക്കൾ വിട്ടുകൊടുക്കണം. മക്കൾക്കുള്ള അവകാശമാണ്. പക്ഷെ മക്കൾ നോക്കണ്ടേ എന്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ട്, ഞാൻ നിസ്കരിച്ചാൽ ഉമ്മക്ക് എന്തെങ്കിലും കിട്ടുമോ, അത് നോക്കണ്ടേ. വയ്യ നിസ്കാരത്തിൽ പറയുന്നില്ല അള്ളാഹു പൊരുത്തു കൊടുക്കണേ. നമ്മുടെ ഉള്ളു ശുദ്ധിയായിട്ടിങ്ങനെ ദ്വാരക്കുമ്പോ ആ മുന്നിൽ കിടക്കുന്ന ഉമ്മാക്ക് പണിട്ട ഉപ്പാക്ക് പണിട്ട. അപ്പൊ ഞങ്ങൾ നോക്കേണ്ടത് എന്റെ കാല് ദ്വാരത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അവരെന്നെ തിരുത്തേണ്ടത്. എത്ര ആളുകൾ ഞമ്മക്ക് എന്റെ സങ്കടമായി. നമ്മ മാത്രം ഇമാമോട് കൂടി സത്യം പറയാം. ഇമാമോട് കൂടി ഞമ്മ അറിഞ്ഞിട്ടില്ല ഈ വൈദ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്നു അള്ളാഹു അങ്ങനെ നിയത്ത് വെച്ചു. കാരണം നമുക്കറിയാം ഓന്റെ നിസ്കാരം പാത്യോ നമുക്കറിയാം മോദിച്ചിട്ട് അതില്ല പാത്യം ശരിയാവോ അല്ലെങ്കിൽ നിസ്കാരം എന്താണെന്ന് അറിയോ നമുക്കറിയില്ല. പുതിയ ഒരാള് ഒരു ചെറുപ്പക്കാരൻ പിന്നെ മോദിക്കാൻ വിളിക്കുന്നത് അതാണ് കാരണം. അങ്ങനെ ഒരാളുകളെ മനസ്സിലാക്കി ഞമ്മന്റെ ഭയങ്കരമായ സ്വർഗത്തിന്റെ ആളുകൾ, യമന്റെ ഖുർആനിന്റെ ആളുകൾ, യമന്റെ അദീനിന്റെ ആളുകൾ എന്ന് മനസ്സിലാക്കിയ ആളുകളുണ്ട്. അത് മനസ്സിലാക്കണം. എത്രയോ വലിയ പണ്ഡിതന്മാർ ഉമ്മമാർ മരിച്ചു പോയപ്പോ മക്കൾ വലിയ പണ്ഡിതന്മാരായിരിക്കും. എത്ര ശരിയപ്പോ മുഷാദൻ അംഗായിരിക്കും. എന്നാലും വലിയ ആളുകളുടെ അവരെയും വന്നിക്കൂല. അവർ ബാഗിൽ കുടിക്കേണ്ട നിർത്തേണ്ട ആളുകളെ മുമ്പിൽ നിർത്തും. അതാണ് മാതൃക. മാതൃക അങ്ങനെയാണ്, വേണ്ടത് അങ്ങനെയാണ്. എന്റെ ഉപ്പ ഞാൻ എന്നെ നിസ്കരിക്കുന്നത് അതല്ല. നിസ്കരിക്കുന്നെങ്കിൽ എന്റെ ഒരു വട്ടം പോലെ നിസ്കരിക്കണം. എന്റെ ഒരു വട്ടം പോലെ ഉള്ളിലെന്താ വട്ടം കാണുമ്പോൾ മാഷാ അല്ലാഹ് നല്ലൊരു സുന്നത്തിന്റെയും പരിപൂർണമായ രൂപത്തിൽ പാലിച്ചുകൊണ്ടുള്ള ഒരു നിസ്കാരം. അപ്പൊ പറഞ്ഞു വന്നത്, അപ്പൊ നമ്മുടെ മക്കളെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ ചങ്ങായിമാര് കെട്ടുന്നുണ്ട്, ആരോടൊക്കെയും കൂടുന്നുണ്ട്, അതൊക്കെയും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ മക്കൾ കൈവിട്ടു പോകും. അല്ലാഹു തആല നമ്മുടെ മക്കളെ സ്വാധീനങ്ങളായ മക്കളായി അല്ലാഹു വളർത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, നിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുകയാണ് കുറച്ചോനെ. നമ്മുടെ ഉപ്പമാർ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. നമുക്ക് പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ വേണ്ടതുപോലെ അവർ മനസ്സിലാക്കി തന്നു. അവർ പലരും മരിച്ചുപോയി കുറച്ചോനെ. അവർ മരിച്ചാലും ഇന്നും അവർ നമ്മുടെ കൽബിൽ ഹയാത്തുള്ളവരാണ്. ഇവരുടെ ഖബർ കാണുമ്പോൾ അവർക്ക് ഞങ്ങൾ സലാം ചെല്ലാറുണ്ട്. ഇവിടെ ഖബർ കാണുമ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങളൊരു ഫാത്തിഹയെങ്കിലും ഓതി ഹദിയ ചെയ്യാറുണ്ട്. നല്ല നല്ല ദിവസങ്ങൾ വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയുടെ പരിസരങ്ങളിൽ തന്നെ കാണുന്ന സന്തോഷം. എത്രയോ ആളുകൾ മരിച്ച ഉപ്പാന്റെ ഖബറിന്റെ അടുത്ത് പോയി യാസീൻ ഓതുന്ന മക്കളും യാസീൻ ഓതുന്ന ഉപ്പമാരും മുഅ്മിനീങ്ങളൊക്കെയും കാണുന്നു. പടച്ചോനെ യാ അല്ലാഹ്, ആ ഒരു സന്തോഷം, ആ വലിയ ഒരു ഭാഗ്യം മരണം വരെ നീ രാഹിമാക്കണേ അല്ലാഹ്. ഈമാനുള്ളവരായി ഞങ്ങൾ ഇവിടെ ഇന്ന് ജീവിക്കുമ്പോൾ ഇതേ ഈമാനോടുകൂടി ഞങ്ങളെ അവസാനമായി മരിപ്പിച്ചു തരണേ അല്ലാഹ്. ഈമാനുള്ള മരണം തരണേ അല്ലാഹ്. അല്ലാഹ് എന്ന് വിളിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിന്റെ റഹ്മത്തിലേക്ക് കടന്നവരാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. പല രൂപത്തിൽ പല ഭാഗങ്ങളിൽ പടച്ചവനെ ചത്തികിടക്കുന്ന ചകങ്ങൾ കാക്കകളും കരുത്തുകളും വലിച്ചു കീറുമ്പോൾ നമ്മുടെ ഈമാനെ നശിപ്പിക്കാൻ പല ഭാഗങ്ങളിൽ നിന്ന് പല പ്രസ്ഥാനക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ. ഒരു ഫിത്തനയും ഞങ്ങളുടെ പെടുത്തല്ലേ അല്ലോ. നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന ഒരു ഫിത്തനയും ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കല്ലേ അല്ലോ. സലാമത്ത് നൽകണേ അല്ലോ. നമ്മുടെ നാടിന്റെ സന്തോഷം, നമ്മുടെ നാടിന്റെ ഭാഗത്ത്, നമ്മുടെ നാടിന്റെ ഐശ്വര്യം എല്ലാം ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തി തരണേ അല്ലോ. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലോ. അവരുടെ ഖബർ ജീവിതം റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതമാക്കണേ അല്ലോ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ.